ദേവിക ദിനേശ്. മേക്കപ്പ് ഒക്കെ പോവോ ദിവ്യ? അമ്മ ഉണ്ടോ? ചേച്ചിയുണ്ട്. അമ്മ ഉണ്ടില്ല? കണ്ടില്ല. അമ്മ കണ്ടപ്പോ എന്താണ് എന്താണ് അങ്ങനെ 11 അങ്ങനെ 11 കൊല്ലത്തിന് ശേഷം നമ്മള് കല്യാണം കഴിക്കാൻ പോകുന്നു. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം അല്ലേ? എക്സൈറ്റഡ് ആണോ? ഓ നല്ലോണം. ഇതിനെ കുറിച്ച് എന്ത് പറയാനല്ലേ? എനിക്ക് ഒരു സപ്പോർട്ടായിട്ട് ഫുൾ ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ള് വിഷ്ണുവേട്ടനാണ്. വേറെ ഇപ്പൊ എന്താ പറയാ, നീ പറ ബസ് സ്റ്റാൻഡിനെ കുറിച്ചിട്ട്. ഗ്ലാമറിലാണ് ഞാൻ വേണത്. പിന്നെന്താണ്, അങ്ങനെ പോയി കുറേ പ്രശ്നങ്ങളുണ്ടായി, വഴക്കുകൾ, അത് ഇത് അല്ലേ? ഞങ്ങൾക്ക് രണ്ടാൾക്കും വേഗം കല്യാണം കഴിക്കണം എന്ന് ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ഫസ്റ്റ് നമ്മളുടെ സാഹചര്യങ്ങളെല്ലാം ഒന്ന് സെറ്റായതിന് ശേഷം കല്യാണം കഴിക്കണം എന്നാണ്ട്. ഇതിപ്പോൾ എല്ലാം ഓൾറെഡി ഒന്ന് സെറ്റായിട്ട് വന്നു, കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഭംഗിയുണ്ടോ? சொல்லும் ஓர் கவிதை என் மனம் கேட்டது. உன் கண்கள் சொல்லும் ஓர் கவிதை என் மனம் கேட்டது. நிலவை போல் விழிகள் விழும்போது என்னை, நிலவை போல் விழிகள் விழும்போது என்னை தொடாமல் தொட்டு சென்ற நேரம் உண்மை. காதல் மலர்ந்திட என் அருகில் மழை சாரல் அடித்திட, வானம் தெளிந்திட என் வாழ்க்கையில் வண்ணம் நிறைந்திட. காதல் மலர்ந்திட என் அருகில் மழை சாரல் அடித்திட, വാനം തെളിഞ്ഞിട എൻ വാഴ്കയിൽ വണ്ണം നിറഞ്ഞിട. അപ്പോൾ ഇന്ന് നമ്മളെ മാളേച്ചിൻ്റെ കല്യാണമാണ്. മാളേച്ചി എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു കസിനെ പോലെയല്ല, എൻ്റെ ഒരു ഓൺ സിസ്റ്ററെ പോലെയാണ് ഓള്. ഓളെന്താ പറയുക, ഓളിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്ററാണ്. ഞാൻ എന്ത് പറഞ്ഞാലും എന്താ പറയുക, എൻ്റെ എല്ലാ കാര്യവും ഒക്കെ അറിയാം. സോ എന്താ പറയുക, ഓളെല്ലാ കാര്യവും എനിക്കും അറിയാം. സോ ഓളെ ഈ ഒരു ഡേ എന്ന് പറയുന്നത് എനിക്കും കൂടി ഒരു എന്താ പറയുക ഭയങ്കര ഒരു ബിഗ് ഡേ ആണ്. എങ്ങനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓളേക്കാൾ എക്സൈറ്റഡ് ഞാനായിരിക്കും കല്യാണത്തിന്. ഹാപ്പി മാരീഡ് ലൈഫ് ഡിയേഴ്സ്. ഇന്ന് ഞങ്ങൾ അപ്പോട്ടനെ കല്യാണമാണ്. കുറേ നാൾ കാത്തിരുന്ന് നടന്നൊരു നിമിഷമാണ്. ഏകദേശം ഒരു 11 വർഷത്തോളമുള്ള പ്രണയമാണ് ഇവർ രണ്ടുപേരും. ഇപ്പൊ ഒന്ന് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ അടുത്താണ് ആദ്യം പറയുന്നത്.
അപ്പോഴത്തിനും അപ്പോഴത്തെ ദിവ്യക്കും ഹാപ്പി മാരീഡ് ലൈഫ്. எல்லாம் என்னை தொடாமல் தொட்டு சென்ற அந்த நொடியில்